ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പോളികാർബണിൻ്റെ വർക്ക്, ക്രിസ്റ്റൽ ബ്ലൂ പോളികാർബണിൻ്റെ വർക്കിന് വന്നതാണ്. അപ്പോൾ അത് സ്ട്രക്ചറൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിന് നമ്മളിവിടെ കുറച്ച് പാത്തി സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. മെയിൻ റൂഫിൽ നിന്ന് വെള്ളം നേരെ ഡയറക്റ്റ് മുറ്റത്തോട്ട് വീഴും. അപ്പോൾ അവിടെ പാത്തി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആങ്കർ ബോട്ട് പ്ലേറ്റൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ആങ്കർ ബോട്ട് മുറുക്കുന്നത് നമ്മൾ ഇമ്പാക്ടർ ബോൾട്ട് ഇമ്പാക്ടർ എന്ന് പറഞ്ഞ മെഷീനിൽ തന്നെയാണ് നമ്മൾ ബോൾട്ട് മുറുക്കുന്നത്. സാധാരണ ചില വീഡിയോസൊക്കെ ആൾക്കാർ കാണുന്നത് നമ്മുടെ ഈ സെൽഫ് അടിക്കുന്ന മെഷീന് അല്ലെങ്കിൽ കോൺക്രീറ്റ് തുളയ്ക്കുന്ന ഡ്രില്ലിംഗ് മെഷീനിലൊക്കെ ഈ ഹെഡ് വെച്ച് വെൽഡ് ചെയ്ത് മുറുക്കുന്നുണ്ട്. അത് ശരിക്കും പ്രോപ്പർ ടൈറ്റിങ് അല്ല, അത് നമ്മൾ ഇമ്പാക്ടർ തന്നെ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ അതാണ് ശരിക്കും ഇത് ചെയ്യേണ്ടത്. ചില ബോൾട്ട് കട്ടായി പോകാനുള്ളൊക്കെ സാധ്യതയുണ്ട്. ഇത് നമ്മൾ പോളികാർബണിൻ്റെ വർക്കിൻ്റെ സ്ട്രക്ചറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം വർക്ക് കംപ്ലീറ്റ് വെൽഡിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലീഫ് ഗാർഡ് വെച്ചിട്ടുണ്ട്, പാത്തിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലിട്ടൊരു മാവുണ്ടായിരുന്നു. അതിൽ നമ്മൾ മാവിൻ്റെ ഇല വീഴായിരിക്കും നമ്മൾ ലീഫ് ഗാർഡൊക്കെ വെച്ച് നമ്മളത് അലുമിനിയത്തിൻ്റെ ചാനൽ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെൽഫ് സ്റ്റാറാണ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മളൊരു 4-5 mm നമ്മൾ ഈ പോളികാർബൺ തമ്മിൽ നമ്മൾ ഗ്യാപ്പ് ഇടുന്നുണ്ട്. അതിന് എക്സ്പാൻഷൻ വരുമ്പോഴേ അല്ലെങ്കിൽ അതവിടെ ലീക്കാവും. നമ്മളിപ്പോൾ ആ സിലിക്കോൺ ഗ്യാപ്പിന് വേണ്ടി നമ്മളൊരു 5 mm ഗ്യാപ്പ് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ബീഡിങ്ങൊക്കെ ഇട്ട് ഏകദേശം വർക്ക് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞു. ഇതുണ്ട്, ഇത് നിസ്സാര സംഭവമുള്ളൂ. ഇത് ബീഡിങ് കയറ്റുക ഒരു റാഡിൻ്റെ ഒരു പീസ് മതി. നമ്മൾ കണ്ടോ വളരെ ഫ്രീ ആയിട്ട് നമുക്കിതിങ്ങനെ ബീഡിങ് കയറ്റാൻ പറ്റും. സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.